ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളിൽ ഒരു വലിയ തേങ്ങ ചിരുകിയതും 1 കപ്പ് ചക്ക ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളോ അത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 5 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇല റെഡിയാക്കി എടുക്കാം. ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈർപ്പം കളഞ്ഞ് അതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് അട വെന്തതിന് ശേഷം ഇലയിൽ നിന്നും പെട്ടെന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഞാൻ എപ്പോഴും അട വേവിക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. റെഡിയാക്കിയ ഇല നമുക്ക് മാറ്റി വയ്ക്കാം. മൈദ മാവിലാണ് ഇന്ന് അട തയ്യാറാക്കാൻ പോകുന്നത്. 1/2 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് അതിനെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. മാറ്റി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് എടുത്ത് ഓരോ ഇലയുടെയും മേളിലായിട്ട് വെച്ച് കൈകൊണ്ട് നന്നായി പരത്തിയെടുക്കുക. പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ മേളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയിലെ മിക്സിൽ നിന്നും അല്പം എടുത്ത് വയ്ക്കുക. ഇലയിനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയെടുക്കുക. എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഒരു ഇഡ്ഡലി ചെമ്പെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മേളിലൊരു തട്ട് വെച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ അടയും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അടച്ചു കൊടുത്ത് 1/2 മണിക്കൂർ ആവിയിൽ വേവിച്ചെടുക്കുക. അട റെഡിയായിട്ടുണ്ട്. നല്ല മണം വരുന്ന ആ ഇലയുടെയും അതിനകത്തുള്ള അടയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിലിത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.